Good morning all. നമ്മൾ LPPയിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് സോൾവ് ഗ്രാഫിക്കലി ദി ഫോളോയിങ് പ്രോബ്ലം. അതായത് ഇത് മാക്സിമൈസേഷൻ കേസാണ്. മാക്സിമൈസേഷൻ 300x1 + 400x2 സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. ഇവിടെ 4 കൺസ്ട്രെയിൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട്, 2 < x2 < 8 എന്നുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് കൂടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഏതാണ് x1 > 0, x2 > 0. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. എന്താണ് ഇതിൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ശേഷം x1 x2 പോയിന്റ്സ് കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, പോർഷൻ ഷെയ്ഡ് ചെയ്യുക, ഏതാണോ നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, അതിൻ്റെ കോർണർ പോയിന്റ്സ് നോക്കുക, അതിൽ മാക്സിമം വാല്യൂ ഏതാണോ വരുന്നത് അതായിരിക്കും എന്ത് വരിക, നമ്മളെ സൊല്യൂഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് 4 കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ആ 4 കൺസ്ട്രെയിൻസിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യുക, ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, കൺവേർട്ടിങ് ദി കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ദി കൺസ്ട്രെയിൻസ് ആസ് ഇക്വേഷനായിട്ട് നമ്മൾ കൺസ്ട്രെയിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ത് വരും, 3x1 + 5x2 = 60. അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, 20x1 + 5x2 = 80. അടുത്ത എന്ത് വരും, x1 = 12. അടുത്ത എന്ത് വരും, x2 = 2 ആൻഡ് x2 = 8. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. അതായത് ഇതാണ് നമ്മൾ ഇൻഇക്വാലിറ്റി ഏതായിരുന്നു, 2 < x2 < 8. ഓക്കെ, അതായത് ഇങ്ങനെയാണ് വരുന്നത്, 2 < x2 < 8. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഈ < കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്താക്കി മാറ്റുക, ഈക്വൽ ടു ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് 2 കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറും. x2 = 8 എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റും പിന്നെ അടുത്ത് എന്ത് വരും, x2 = 2 എന്നുള്ള വേറൊരു കൺസ്ട്രെയിൻറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, x2 = 2 ആൻഡ് x2 = 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4 കൺസ്ട്രെയിൻസ് നമുക്ക് 5 കൺസ്ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 5 കൺസ്ട്രെയിൻ എന്ത് ചെയ്യുക, ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, 3x1 + 5x2 = 60. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം, x1 0 കൊടുക്കുക, സെയിം പ്രൊസീജിയർ. x1 0 കൊടുക്കുമ്പോൾ 5x2 = 60 വരും. വിച്ച് ഇംപ്ലൈസ് 5x2 60 ആണെങ്കിൽ നമ്മുടെ x2ൻ്റെ വാല്യൂ എന്ത് വരും, x2 = 60/5 = 12. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ത് വന്നു, 0, 12 വന്നു. ഓക്കെ, രണ്ടാമത്തത് x2 0 കൊടുക്കുക. x2 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, x2 = 0, വിച്ച് ഇംപ്ലൈസ് x2 0 ആണെങ്കിൽ 3x1 = 60. 3x1 = 60 എന്ന് പറയുമ്പോൾ എന്താ വരിക, x1 = 60/3 = 20. അപ്പം വാല്യൂ എന്ത് വരും, 20, 0. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്, 0, 12ഉം 20, 0. അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. അടുത്ത ഇക്വേഷൻ എന്താണ്, 20x1 + 5x2 = 80. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, x1 = 0. x1 0 ആണെങ്കിൽ നമ്മൾ 5x2 എന്താണ് വരിക, 80. 5x2 80 ആണെങ്കിൽ നമുക്ക് x2 = എന്താണെന്ന് പറയാം, 80/5. 80/5 എന്ത് വരും, 16. അപ്പോൾ നമ്മൾ പോയിന്റ് എന്ത് വന്നു, 0, 16. ഓക്കെ, അടുത്ത എന്താണ്, x2 = 0. x2 0 കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് വരും, 20x1 = 80 വരും. 20x1 = 80 എന്ന് പറയുമ്പോൾ എന്താ വരിക, x1 = 80/20. 80/20 എന്ന് പറയുന്നത് 4 വരും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് ഏതാണെന്ന് കിട്ടി, 4, 0. പിന്നെ ഉള്ള എന്താണ്, x1 = 12 എന്നുള്ള ലൈൻ. x1 = 12 എന്താ വരിക, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. ഏതിന് പാരലൽ ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x1 ആണെങ്കിൽ എന്ത് വരും, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x2 ആക്സിസ് വരും. ഓക്കെ, അതേപോലെ തന്നെ വേറെ ബാക്കിയെല്ലാം എന്താണ്, ഇങ്ങനെയാണ് വരുന്നത്. x2 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും x2 = 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് വരിക, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരും, പാരലൽ ടു x2 ആക്സിസ്. അത് ഏതിലൂടെ പോകുന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x2. ഇവിടെ x1 ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് ആക്സിസ് ആണ് വരിക, x1 ആക്സിസ് ആണ് വരിക, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ,
ഇനി നമുക്ക് ഇതിൽ ഗ്രാഫ് വരയ്ക്കുന്നതിലേക്ക് പോവാം. അപ്പം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം x1 ആക്സിസ് x2 ആക്സിസ് നമ്മൾ ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഒന്നുമില്ല. നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് x ആക്സിസും y ആക്സിസും വരയ്ക്കുക, അല്ലെങ്കിൽ x1 ആക്സിസ് x2 ആക്സിസ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എന്ത് വരിക, x1 ആക്സിസ്, ഇത് x2 ആക്സിസ്. അപ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ എവിടത്തേക്കാണ്, ഏത് വരെയാണ് മാക്സിമം വാല്യൂ നോക്കുക. അതായത് 20 വരെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 20 വരെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വാല്യൂ കുറച്ചും കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്യണം. ഇവിടെ 2, 4, 6, 8, 10, 12, 16, 18, 20. ഒന്നുകിൽ ഈ ഒരു ഫോമിൽ കൊടുക്കാം. ഇതിപ്പോൾ 20 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇവിടെ 20, 22, 24 ആ ഒരു ഫോമിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2, 4, 6, 8, 10, 12, 14, 16, 18 ആ ഒരു ഫോമിൽ വന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ 2 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ഇക്വേഷനിൽ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് 0, 12ഉം 20, 0 ആണ് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, 12 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്, പിന്നെ അടുത്ത എന്താ 20, 0 ഈ ഒരു പോയിന്റ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, അന്നപ്പോൾ തന്നെ അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എന്താ വരിക, 3x1 + 5x2 = 60. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഏതൊക്കെയാണ്? 0, 16ഉം 40. നെക്സ്റ്റ് ഇക്വേഷൻ്റെ 0, 16 എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ ഒരു പോയിന്റും അടുത്ത എന്ത് വരും, x1 40 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പോയിന്റുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, ഇതിലൂടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരക്കാം. കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നല്ല നമുക്കൊന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് എഴുതി വെക്കുക, ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താണ്, 20x1 + 5x2 = 80. ഓക്കെ, 2 ഇക്വേഷനായി. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, x1 = 12. x1 12 എന്ന് പറയുമ്പോൾ എന്താണ്, x2ന് പാരലലായിട്ട് 12ലൂടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ 12 ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ 12ലൂടെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ x2 ആക്സിസിന് പാരലലായിട്ട് വരുന്നതാണ് 12ലൂടെ. ഇത് എന്ന് പറയുന്നത് എന്താണ്, x1 = 12. ഓക്കെ, ഇനി അടുത്തത് x2 = 2. x2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്, 2ലൂടെയുള്ള ഇങ്ങനെ വരുന്ന ലൈന്. ഓക്കെ, ഇതിങ്ങനെ നീണ്ടുപോകും. അപ്പം ഇതാണ് നമ്മൾ x2 = 2 എന്നുള്ള ലൈൻ. ഇനി x2 = 8 എന്നുള്ള ലൈൻ എന്ത് വരും, ഇത് പാരലലായിട്ട് ഇങ്ങനെ, അതായത് ഇവിടെ ഒരുപാട് ഇക്വേഷൻ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, x2 = 8 എന്നുള്ള ഇക്വേഷൻ. ഇനി ഓരോന്നോരോന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. 3x1 + 5x2 ≤ 60 എന്ന് പറയുമ്പോൾ ഈ ഒരു താഴത്തെ പോർഷൻ വരും. 20x1 + 5x2 > or = 80 ഈ ഒരു പോർഷൻ. x1 < or = 12, 2 < or x2 < or = 8. അതായത് 2നേക്കാളും വലുതും ആവണം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എങ്ങനെയാണ് വരിക, ഷെയ്ഡ് ചെയ്യുന്നത് ഏത് പോർഷൻ ആയിരിക്കും, ഈ ഒരു റെഡ് ലൈന് മാർക്ക് ചെയ്ത പോർഷൻ അല്ലേ. അതായത് ഇവിടെ ഇപ്പോൾ x2 ഇങ്ങനെ ഒരു തന്നുണ്ട്, എന്താണ്, 2 < or = x2 < or = 8. അതായത് x2ൻ്റെ വാല്യൂ 8നേക്കാളും കുറവും 2നേക്കാളും കൂടുതലും. അപ്പോൾ എന്താ വരിക, 8നേക്കാളും കുറവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കും 2നേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ മേലോട്ടേക്ക്. അപ്പോൾ ഓൾ ടുഗെദർ നമുക്ക് ഈ ഒരു റീജിയനാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ ആയിട്ട് വരിക. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്യുക പോയിന്റ്. ഇവിടെ എ ആണ്, ബി, സി, ഡി, ഇ. അപ്പോൾ ഇവിടെ 5 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അതായത് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്,
കോർണർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് 5 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 5 പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 5 പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലൈൻസ് സോൾവ് ചെയ്താലാണ് എ വരിക? അങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ എ കണ്ടുപിടിക്കണം. ബിയും സിയും ഡിയും ഇയും എല്ലാ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ്സ് ആണ്. അപ്പം ഫോർ ഫൈൻഡിങ് എ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ സോൾവ് ചെയ്യണം? 20x1 + 5x2 = 80, x2 = 2. 20x1 + 5x2 = 80 പിന്നെ x2 = 2. അപ്പോൾ x2 2. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഇക്വേഷനിൽ x2ന്റെ വാല്യൂ കൊടുക്കുക. എന്ത് വരും? 20x1 + 5 × 2 = 80, which implies 20x1 + 10 = 80 വരും. which implies 20x1 = 80 - 10 എന്ത് വരും? 70. ഓക്കെ. അപ്പം x1 = 70/20. 70/20 എന്താ വരിക? 3.5 വരും. ഓക്കെ. അപ്പോൾ വാല്യൂ എന്ത് വരും? 3.5ഉം x2ന്റെ വാല്യൂ 2 ആണ്. 3.5 2 ആണ് നമ്മൾ എ എന്നുള്ള പോയിന്റ് വരിക. ഇങ്ങനെ ബി കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്നത് ഏത് രണ്ട് ഇക്വേഷനാണ്? ബി എന്നുള്ള പോയിന്റ് ഏത് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന? x2 = 2ഉം x1 = 12ഉം. അപ്പോൾ അതിന് പ്രശ്നം വരുന്നില്ല. എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് x1 12ഉം x2 2ഉം. അപ്പം 12 2 അങ്ങനെയല്ലേ വരിക? ബിൻ്റെ ഏതൊക്കെയാണ് വരുന്നത്? x1 = 12ഉം x2 = 2. അപ്പോൾ നമ്മളെ പോയിന്റ് എന്ത് വരും? ബി എന്ന് പറയുന്നത് 12 2, എ എന്ന് പറയുന്നത് 3.52. ഇനി സി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ഇക്വേഷൻ സോൾവ് ചെയ്യണം? സി എവിടെയുള്ളത് നോക്കുക. സി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് എങ്ങനെയാണ്? x1 = 12ഉം 3x1 ആ രണ്ട് ലൈൻസ്. x1 = 12ഉം 3x1 + 5x2 = 60. ഇത് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. നമ്മളത് സോൾവ് ചെയ്യുക. അപ്പം സോൾവ് ചെയ്യുമ്പോൾ x1ന്റെ വാല്യൂ 12 ഇവിടെ കൊടുക്കുക. അപ്പോൾ 3 × 12 + 5 × x2 = 60 = 36 + 5x2 = 60, which implies 5x2 = 60 - 36 is equal to 24 വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് x2 എന്ത് വരും? x2 = 24/5 is equal to 4.8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സി എന്നുള്ള പോയിന്റ് എന്ത് വരും? ഫസ്റ്റത്തത് x1 12ഉം x2 എന്ന് പറയുന്നത് 4.8ഉം വരും. ഓക്കെ. നെക്സ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നത് ഏത് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താലാണ് വരേണ്ടത്? ഡി എന്ന് പറയുന്നത് x2 = 8ഉം 3x1 + ഓക്കെ x2 = 8ഉം 3x1 + 5x2 = 60. ഓക്കെ. അപ്പോൾ ഇത് ഇക്വേഷൻ 1 കൊടുക്കുക. ഇത് ഇക്വേഷൻ 2 കൊടുക്കുക. ഈ x2ന്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ 3x1 + 5 × 8 = 60, which implies 3x1 + 40 = 60, which means 3x1 = 20. 60 - 40 20. That means x1 = which implies x1 = 20 / 3 വരും, which is equal to 6.7 വരും. ഓക്കെ. അപ്പോൾ നമ്മൾ വാല്യൂ എന്ത് വരും? 6.78 ആണ് എന്ത് വരിക? നമ്മൾ ഡി എന്നുള്ള പോയിന്റ് വരിക. ഓക്കെ. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇ എന്നുള്ള പോയിന്റ് ഏതുമാണെന്നുള്ള ഇന്റർസെക്ട് ചെയ്യുന്നതെന്നുള്ള നോക്കുക. x2 = 8ഉം
അപ്പം x2 ഈക്വൽ ടു 8 ഉം 20x1 പ്ലസ് 5x2 ഈക്വൽ ടു 80. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 20x1 പ്ലസ് 5 into 8 ഈക്വൽ ടു 80, which implies 20x1 plus 40 equal to 80, which implies 20x1 equal to 80 minus 40 equal to 40. 80 minus 40 is equal to 40, which implies x1 equal to 40 divided by 20. 40 divided by 20 എന്ത് വരും? 2 വരും. Therefore നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആയ ഇ എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? 2, 8 ആണ് പോയിന്റ് വരിക. അപ്പോൾ നമുക്ക് 5 പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റും ഇതും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ പോയിന്റ് ഏതാണോ അത് മാർക്ക് ചെയ്യുക. പിന്നെ ഏതായിരുന്നു? സെഡിൻ്റെ വാല്യൂ. അതിൽ മാക്സിമം ഏതാണോ വരുന്നത് അതാണ് നമ്മൾ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? പോയിന്റ്. ഇവിടെ എന്താണ്? z ഈക്വൽ ടു 300x1 പ്ലസ് 400x2. ഓക്കെ, അപ്പം പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റ്സ് ആണ്? ഒന്നെന്ന് പറയുന്നത് 2, 8 ആണ്. അപ്പോൾ z ഈക്വൽ ടു എന്ത് വരും? 300 into 2 പ്ലസ് 400 into 8. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5600 ആണ്. അതേപോലെ തന്നെ അടുത്ത വാല്യൂ 3.52 ആണ്. എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇപ്പോൾ z ഈക്വൽ ടു എന്ത് വരും? 300 into 3.5 പ്ലസ് 400 into 2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2600. അതേപോലെ തന്നെ നമ്മൾ എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കുക. 12-2 വാല്യൂ കൊടുക്കുമ്പോൾ 6000 ആണ് വരുന്നത്. ഈ x1 എന്ത് കൊടുക്കുക? 12 കൊടുക്കുക, x2ന് 2 കൊടുക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 4.8 ആണ്. 12 4.8 വാല്യൂ കിട്ടുന്നത് 7680 ആണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് 6.78. ഈ ഒരു പോയിന്റാണ് വരുന്നത്. അത് നമുക്ക് ചെയ്താൽ കിട്ടുക 7480 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ്? 5600, 2600, 6000, 7680 ഇങ്ങനെ. ഈ 5 വാല്യൂസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം വാല്യൂ എത്രയാണ്? 7680 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് മാക്സിമം വാല്യൂ. അപ്പം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് maximum value is equal to 7680 at x1 equal to 12 and x2 equal to 4.8 വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.